സ്വാഗതം. ഇന്ന് നമ്മളൊരു 3ാം ക്ലാസ് അറബി പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഒന്ന് വിശദമായിട്ട് നോക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ആ ഭാഗം. അതെ, അന്തസ്വാദിഖ് എന്നാണ് പേര്. സത്യസന്ധതയുടെ പാഠങ്ങൾ എന്ന് പറയാമല്ലേ? ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി. അപ്പോൾ ഈ പാഠത്തില് സത്യസന്ധതയെക്കുറിച്ചുള്ള ചില കഥകളുണ്ട്. അതെ. പിന്നെ കുറച്ച് അറബി സംഭാഷണങ്ങൾ, ലളിതമായ ഗ്രാമർ കാര്യങ്ങളും. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഷാ പഠനവും ഈ പറയുന്ന മൂല്യങ്ങളും ധാർമ്മികതയുമൊക്കെ ഒരുമിച്ച് പോകുന്നത് എന്ന് നോക്കാം. തീർച്ചയായും. ആദ്യം സിനാൻ എന്ന കുട്ടിയുടെ കഥയാണുള്ളത്. അപ്പൊ അവൻ അബദ്ധത്തിൽ വാപ്പയുടെ ഫോൺ താഴെയിട്ടു, പൊട്ടിപ്പോയി. സക്കത്വൽ ജവ്വാലു വൻ കസറ എന്ന് പറയുന്നു. അതെ അതെ. എന്നിട്ട് വാപ്പ ചോദിക്കുന്നു, മൻ കസറഹാദ, ആരാ ഇത് പൊട്ടിച്ചതെന്ന്. അപ്പൊ സാധാരണ കുട്ടികളെ പേടിക്കും. പക്ഷെ സിനാൻ പേടിക്കാതെ സത്യമങ്ങ് പറയുകയാണ്. അനായ ബാബ സക്കത്വമിനിയതി, ഞാനാണ് ബാബ, എന്റെ കയ്യിൽ നിന്ന് വീണുപോയതാണ് എന്ന്. അപ്പോ ഇവിടെ രസകരമായ കാര്യം, വാപ്പ ദേഷ്യപ്പെടുന്നില്ല, ഇല്ല, ശാസിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? അഭിനന്ദിക്കുകയാണ്. യാ ബുനയ്യ അന്തസ്വാദിക്ക്, എന്റെ മോനെ, നീ സത്യസന്ധനാണ് എന്ന് പറയാണ്. അപ്പോ തെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആ സത്യം പറഞ്ഞതിനാണ്, അല്ലേ? അതെ, അതാണ് പോയിന്റ്. ആ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്, കുലിൽ ഹക്ക് വലൗകാന മുറ. അതിന്റെ അർത്ഥം സത്യം പറയുക, അത് കൈപ്പേറിയതാണെങ്കിലും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ശരി. ഇത് കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? അതായത് ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തെറ്റ് ചെയ്താൽ വഴക്ക് കിട്ടുമെന്ന പേടിയുണ്ടാവാം, പക്ഷെ അതിനേക്കാൾ വലുതാണ് സത്യം പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു പ്രായത്തിൽ ആ ഒരു അടിസ്ഥാന പാഠം മതിയാവും, കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. ശരിയാണ്. അപ്പൊ ഈ ധാർമ്മിക പാഠത്തിന്റെ കൂടെ തന്നെ കുറച്ച് ഭാഷാപരമായ കാര്യങ്ങളും വരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള സംഭാഷണം പരിചയപ്പെടുത്തുന്നത്. അനാ അനസ് മൻ അന്തി, ഞാൻ അനസ്, നീ ആരാണ്. അനാ ഫാത്തിമ മൻ അന്ത, ഞാൻ ഫാത്തിമ, നീ ആരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ചെറിയ ആക്ടിവിറ്റി പോലെ അന മൻ എന്ന് പൂരിപ്പിക്കാൻ. അതോടൊപ്പം തന്നെ ഈ സ്ത്രീലിംഗം പുല്ലിംഗം തിരിച്ചറിയാനുള്ള ഒരു വർക്കുണ്ട്. അത് കണ്ടു. റാക്കിസു, റാക്കിസ്. അതെ. നിർത്തകി, നിർത്തകൻ. ഖാരിയ, ഖാരിഹ്. വായനക്കാരി, വായനക്കാരൻ. ഇതൊക്കെ ചിത്രങ്ങളും പേരുകളുമായിട്ട് മാച്ച് ചെയ്യാൻ പറയുന്നു. സൽമ, സലീം, റാഷിദ്, മീനു, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഭാഷാപരമായ കാര്യങ്ങൾ ഈ കഥയുടെ ഇടയിൽ കൊടുക്കുന്നത് എന്താ പറയാ, വെറുതെയാണോ അതോ വല്ല ഉദ്ദേശവും? അല്ലല്ല, തീർച്ചയായും ഉദ്ദേശമുണ്ട്. ഇത് വെറുതെ ഭാഷ പഠിക്കുക എന്നതിനപ്പുറം ആ ഭാഷയിലൂടെ കൈമാറുന്ന സംസ്കാരം, മൂല്യങ്ങൾ, അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിയാണ്. അതിന്റെ വാക്കുകളും വ്യാകരണവും മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ആ സമൂഹത്തിന്റെ ഒരു രീതി കൂടി പഠിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഭാഷാപഠനവും മൂല്യവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. കൊള്ളാം. ഇനി മറ്റൊന്ന്, സത്യസന്ധതയുടെ വേറൊരു മുഖം കാണിക്കുന്ന ഒരു കഥ കൂടിയുണ്ട്. ജസാഉ സുദ്ഖി. സത്യസന്ധതയുടെ പ്രതിഫലം. അതെ. ഒരു കർഷകൻ, അയാൾ 100 ദീനാറിന് ഒരു കൃഷിസ്ഥലം വാങ്ങുന്നു. ഇഷ്തറ മസ്റാത്തൻ ബിമിയത്ത് ദീനാർ. ശരി. അവിടെ ഇങ്ങനെ പണിയെടുക്കുമ്പോ ഒരു പെട്ടി കിട്ടുന്നു. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ഉൽബത്തൻ ഫീഹ നുകൂദുൻ ദഹബിയ. ആഹാ. അപ്പോ ഈ കർഷകൻ എന്തു ചെയ്തു? സാധാരണഗതിയിൽ നമുക്ക് തോന്നും ആ പണം എടുക്കാമെന്ന്. പക്ഷേ ഇവിടെ കഥ മാറുന്നു. ഈ കർഷകൻ ആ പെട്ടി, ആ പണം പഴയ ഉടമയ്ക്ക് തിരികെ കൊടുക്കുന്നു. അഴുത്തൽ മുസാരി ഉ അന്നുകൂദ ലിസ്വാഹിബിൽ മസ്റാത്തി സാബിക്. കൊള്ളാം. അപ്പോ സിനാന്റെ കഥയിൽ തെറ്റേറ്റു പറയുന്ന സത്യസന്ധതയാണെങ്കിൽ ഇവിടെ മറ്റൊരാളുടെ മുതൽ കിട്ടിയിട്ട് അത് തിരികെ കൊടുക്കുന്ന ഒരു സത്യസന്ധതയാണ്, ഇന്റഗ്രിറ്റി എന്ന് പറയാം. അതെ അതെ. അതിലെ രസം അതല്ല. ആ പഴയ ഉടമ കർഷകന്റെ സത്യസന്ധത കണ്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് ആ പണം കർഷകന് തന്നെ തിരികെ കൊടുക്കുന്നു. തഅജ്ജബ മിൻ സിദ്ഖിൽ മുസാരിഇ വ അമാനതിഹി വറദ്ദ് നുഖൂദ ഇലൈഹി. കണ്ട, അപ്പൊ സത്യസന്ധതയ്ക്കൊരു പ്രതിഫലം കിട്ടി. കുട്ടികളുടെ കഥകളിൽ ഇത് സാധാരണമാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് വരും എന്നൊരാശയം. അത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കും, അല്ലേ? തീർച്ചയായും. സത്യസന്ധമായിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രമല്ല, അതിന് ചിലപ്പോൾ അപ്രതീക്ഷിതമായ സമ്മാനങ്ങളും കിട്ടാമെന്ന് പറയുന്നു. പക്ഷേ ഇത് ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ആകുമോ എന്നൊരു ചോദ്യം വരാം. സത്യസന്ധത കാണിച്ചാൽ ഉടനെ ഇങ്ങനെ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലളിതമായ ആശയം കുട്ടികളിൽ എങ്ങനെയാണ് പിന്നീട് വളരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ശരിയാണ്.
അപ്പോ ഈ പാഠഭാഗം മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ ലളിതമായ കഥകളിലൂടെയും ഭാഷാപരമായ ചെറിയ കാര്യങ്ങളിലൂടെയും സത്യസന്ധത എന്ന മൂല്യത്തിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതെ, തെറ്റ് സമ്മതിക്കുന്നതും കിട്ടിയ മുതൽ തിരികെ കൊടുക്കുന്നതുമൊക്കെ സത്യസന്ധതയുടെ ഭാഗമായി കാണിക്കുന്നു. അപ്പോ ഒരു 3ാം ക്ലാസ് പാഠപുസ്തകം ഭാഷ പഠിപ്പിക്കുന്നതിനൊപ്പം ഒരു സമൂഹത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതിന് നല്ലൊരു ഉദാഹരണമാണിത്. തീർച്ചയായും ഈ പാഠപുസ്തകങ്ങൾ ഒരു തരത്തിൽ സാംസ്കാരിക കണ്ണാടികൾ കൂടിയാണ്. ഒരു സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രതിഫലിക്കും. അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പാഠങ്ങളിലെ സത്യസന്ധത എത്ര വ്യക്തമാണ്, എത്ര ലളിതമാണ്. ഒന്നുകിൽ ഏറ്റുപറയുക, അല്ലെങ്കിൽ തിരികെ കൊടുക്കുക. അതിനൊരു പ്രതിഫലവും കിട്ടുന്നു. എന്നാൽ നമ്മൾ മുതിർന്നവരുടെ ലോകത്ത് സത്യസന്ധത പാലിക്കുക എന്നത് പലപ്പോഴും എത്ര സങ്കീർണമാണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വ്യത്യസ്തമാണ്, അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. ശരിയാണ്, അതൊരു നല്ല ചിന്തയാണ്. അപ്പോൾ അടുത്ത തവണ കാണാം.